ഉറക്കമുണരൂ, സ്ക്രീനിലേക്ക് നോക്കൂ. നമ്മൾ സംസാരിക്കുന്നത് അധികാരത്തെക്കുറിച്ചാണ്. യഥാർത്ഥ ആഗോള അധികാരം. ഇത് ഗെയിം മൊത്തം മാറ്റും. ലോകത്തിന്റെ ഗതി തന്നെ മാറും. ഇനി ആര് ഭരിക്കും, അത് തീരുമാനിക്കുന്ന നിമിഷമാണിത്. നിങ്ങളുടെ ഫോണിലേക്ക് ഇപ്പോൾ നോക്കൂ. നിങ്ങളുടെ കയ്യിലുള്ള ആ ഉപകരണം, ആരാണ് ഇത് യഥാർത്ഥത്തിൽ നിർമ്മിച്ചത്? പുറത്തെ ബ്രാൻഡ് നോക്കരുത്, ഉള്ളിലെ ചിപ്പ് നോക്കൂ. ഒന്ന് ചിന്തിച്ചു നോക്കൂ. അത് നിങ്ങളല്ല, അത് നമ്മളല്ല. ഇത് നിർമ്മിച്ചത് ചൈനയാണ്. അതാണ് കൈപ്പേറിയ യാഥാർത്ഥ്യം. അവർ നിർമ്മിച്ചു, നമ്മൾ വെറുതെ വാങ്ങി. നമ്മൾ പണം കൊടുത്തു, അവർ വളർന്നു. പതിറ്റാണ്ടുകളായി നമ്മൾ പിന്നിലായിരുന്നു. നമ്മൾ എഞ്ചിനീയർമാരെ കയറ്റുമതി ചെയ്തു, വെറും ബാക്ക് ഓഫീസ് മാത്രമായിരുന്നു. നമ്മൾ കോഡിംഗ് ചെയ്തു, അവർ ഹാർഡ്വെയർ നിർമ്മിച്ചു. ഹാർഡ്വെയറാണ് യഥാർത്ഥ രാജാവ്. സോഫ്റ്റ്വെയർ മാത്രം പോരാ, കോഡ് കൊണ്ട് യന്ത്രമോടില്ല. സ്വന്തമായി നമുക്ക് ഒന്നുമില്ലായിരുന്നു. അപ്പോഴാണ് ASML വരുന്നത്, രഹസ്യമായി ലോകം നിയന്ത്രിക്കുന്നവർ. ASML, ഈ പേരോർക്കുക. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനി. അവർക്കൊരു സമ്പൂർണ്ണ കുത്തകയുണ്ട്. അവർ EUV യന്ത്രങ്ങൾ നിർമ്മിക്കുന്നു. എന്താണ് EUV? എക്സ്ട്രീം അൾട്രാവയലറ്റ് ലിത്തോഗ്രാഫി. വെളിച്ചമുപയോഗിച്ച് അവർ വരയ്ക്കുന്നു. സിലിക്കണിൽ ആറ്റങ്ങളെ പ്രിന്റ് ചെയ്യുന്നു. മനുഷ്യരാശിയുടെ ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യ. ഇതില്ലാതെ ലോകത്തിന് മുന്നോട്ടു പോകാനാകില്ല. വേറെ ആർക്കും ഇത് നിർമ്മിക്കാനാകില്ല. ഒരൊറ്റ എതിരാളി പോലുമില്ല. വില 3000 കോടി രൂപ. ഒരൊറ്റ യന്ത്രത്തിന്. ഒന്നോർത്തു നോക്കൂ, ഒരു ബോയിങ് എഞ്ചിനേക്കാൾ ഭാരം. ഇത് വെറുമൊരു യന്ത്രമല്ല, ഇതൊരു എഞ്ചിനീയറിംഗ് അത്ഭുതമാണ്. ഏറ്റവും സങ്കീർണമായ സയൻസ്. ഇതൊരു സാധാരണ ഫാക്ടറിയല്ല, ഇതൊരു സയൻസ് ഫിക്ഷൻ ലെവലാണ്. ലോകം മുഴുവൻ ഇവരെ ആശ്രയിക്കുന്നു. ഈ യന്ത്രങ്ങളില്ലേ? നിങ്ങൾക്ക് സ്മാർട്ട് ഫോണില്ല, പുതിയ ഗാഡ്ജറ്റുകളില്ല, മിസൈലുകൾ കൃത്യമായി പറക്കില്ല, AI മോഡലുകൾ തകരും, ആധുനിക പ്രതിരോധമില്ലാതാകും. നിങ്ങളുടെ ലോകം നിശ്ചലമാകും. ഇതാണ് ഇവരുടെ ശക്തി. ഇതാണ് യഥാർത്ഥ അധികാരം. ചൈന ഇത് പകർത്താൻ ശ്രമിച്ചു. കോടിക്കണക്കിന് ഡോളർ ഒഴുക്കി. അവരുടെ മികച്ച തലച്ചോറുകൾ ഉപയോഗിച്ചു. എന്നിട്ടും അവർ ദയനീയമായി പരാജയപ്പെടുന്നു. എന്തുകൊണ്ട്? ഇതത്രയ്ക്ക് സങ്കീർണമാണ്. പണം കൊണ്ട് മാത്രം കാര്യമില്ല. പതിറ്റാണ്ടുകളുടെ ഗവേഷണം വേണം. അതൊന്നും അവർക്കില്ല. അവർ ശരിക്കും കുടുങ്ങിയിരിക്കുകയാണ്. ഇവിടെയാണ് ടാറ്റയുടെ മാസ്റ്റർ സ്ട്രോക്ക്. $11 ബില്യൺ നിക്ഷേപം. ടാറ്റ കളത്തിലിറങ്ങുന്നു. $11 ബില്യൺ. ചിന്തിക്കാൻ കഴിയുന്നതിലും വലിയ തുക. ഗുജറാത്തിലെ ധോലേരയിൽ പുതിയ ഫാബ്. ഇന്ത്യ ഗെയിം മാറ്റുകയാണ്. ഇതൊരു ചെറിയ ചുവടുവെപ്പല്ല, ഇത് ചരിത്രമാണ്. നമ്മൾ ആ എലൈറ്റ് ക്ലബിൽ കയറുന്നു. പുതിയ ലോകക്രമം തുടങ്ങുന്നു. 50,000 വേഫറുകൾ ഒരു മാസം. എന്താണ് ഈ വേഫർ? സിലിക്കൺ കൊണ്ടുള്ള ഡിസ്ക്. അതിൽ 100 കണക്കിന് ചിപ്പുകളുണ്ട്. നിങ്ങളുടെ ഫോണിലുള്ള അതേ ചിപ്പുകൾ. വമ്പിച്ച തോതിലുള്ള ഉൽപ്പാദനം. ഇതാണ് നമ്മുടെ ലക്ഷ്യം. ഇത് ചെറിയ കളിയല്ല, ഇതൊരു വമ്പൻ വ്യവസായമാണ്. തായ്വാന്റെ PSMC ഒപ്പമുണ്ട്. അവർ സാങ്കേതിക വിദ്യ നൽകുന്നു. പ്രോസസ് ടെക്നോളജി ലൈസൻസ് ചെയ്യുന്നു. 28 മുതൽ 11 നാനോമീറ്റർ വരെ. ഇത് ഏറ്റവും ചെറുതല്ല, ഐഫോണിലെ ചിപ്പല്ല ഇത്. പക്ഷേ ഇത് അത്യാവശ്യമാണ്. കാറുകൾക്ക് ഇത് വേണം, പവർ ഗ്രിഡുകൾക്കിത് വേണം, മെഡിക്കൽ ഉപകരണങ്ങൾക്ക് വേണം. ഇതാണ് അടിസ്ഥാനം. ഇവിടെ നിന്നാണ് തുടക്കം. എന്നാൽ ഒന്ന് ചോദിക്കട്ടെ, എന്തുകൊണ്ട് നമ്മളിത് നേരത്തെ ചെയ്തില്ല? ബുദ്ധി മാത്രം പോരാ, പ്രവർത്തിക്കണം. ഇന്ത്യക്ക് വലിയ കഴിവുണ്ടായിരുന്നു, പക്ഷെ നമ്മൾ ചർച്ച മാത്രം ചെയ്തു, സമയം കളഞ്ഞു. ചൈന പ്രവർത്തിച്ചു. അവർ ഫാക്ടറികൾ പണിതു, രാവും പകലും പണിയെടുത്തു. അതാണ് വ്യത്യാസം. പ്ലാനുകൾ കൊണ്ട് കാര്യമില്ല, നടപ്പിലാക്കണം, കഠിനമായി പരിശ്രമിക്കണം. ലോകമിപ്പോൾ ഭയത്തിലാണ്. ചൈനയെ മാത്രം ആശ്രയിക്കുന്നത് ആത്മഹത്യയാണ്. കോവിഡ് കാലം നമ്മളെ പഠിപ്പിച്ചു. സപ്ലൈ ചെയിൻ തകർന്നാൽ എല്ലാം തീരും. വില കുറഞ്ഞത് കിട്ടിയാൽ പോരാ, തന്ത്രപരമായി സുരക്ഷിതമായിരിക്കണം. സപ്ലൈ ചെയിൻ മാറണം. ഇന്ത്യയ്ക്കിവിടെ വലിയ റോളുണ്ട്. ഈ വ്യവസായം കരുണയില്ലാത്തതാണ്, വളരെ ക്രൂരമാണ്. സൈനിക തലത്തിലുള്ള അച്ചടക്കം വേണം. ക്ലീൻ റൂമുകൾ എങ്ങനെയിരിക്കും? ഒരു ചെറിയ പൊടി മതി, നിങ്ങളുടെ മൂടിയിഴ മതി ഒരു ചിപ്പ് നശിക്കാൻ. 1 സെക്കൻഡ് കറണ്ട് പോയാൽ മതി, കോടികൾ നശിക്കും. താപനില കൃത്യമായിരിക്കണം, വെള്ളം ശുദ്ധമായിരിക്കണം. ഇവിടെ തെറ്റുകൾക്ക് സ്ഥാനമില്ല. 100% കൃത്യത വേണം. ഇത് വെറുമൊരു കച്ചവടമല്ല, ഇതൊരു ആഗോള സാമ്പത്തിക യുദ്ധമാണ്. സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാൽ പോരാ, അത് ഉണ്ടാക്കണം. നിങ്ങളൊരു ഫോൺ വാങ്ങുന്നു, നിങ്ങൾ വെറും ഉപഭോക്താവാണ്. ഉപഭോക്താക്കൾ എന്നും അടിമകളാണ്. നിർമ്മാതാക്കൾ യഥാർത്ഥ അധികാരം നേടുന്നു. അവർ ലോകം ഭരിക്കുന്നു. അവർ ഭാവി തീരുമാനിക്കുന്നു. നമുക്കും നിർമ്മാതാക്കളാകണം. അധികാരം നമ്മുടേതാകണം. യഥാർത്ഥ യുദ്ധം ചൈനയോടല്ല, അത് നിങ്ങളോടാണ്. നിങ്ങളുടെ ഡോപ്പമൈൻ ആസക്തിയോടാണ്. ഫോണിൽ നോക്കിയിരിക്കുകയാണോ? സ്ക്രോളിംഗ് നിർത്തുക. ഒഴിവ് കഴിവുകൾ മാറ്റിവെക്കുക. അച്ചടക്കം വേണം. സമയം കളയരുത്. അവർ ഉണർന്നിരുന്ന് നിർമ്മിക്കുന്നു, നിങ്ങൾ ഉറങ്ങുന്നു. ഇത് മാറണം. നിർവഹണം തുടങ്ങുക, ഇന്ന് തന്നെ. അവസാന ചോദ്യം, ശ്രദ്ധിച്ചു കേൾക്കുക. നിങ്ങൾ നിർമ്മിക്കുമോ അതോ വെറും ഉപഭോക്താവായി തുടരുമോ? ഭാവി നിർമ്മാതാക്കൾക്കുള്ളതാണ്.
അധികാരം അവർക്കാണ്. എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. എഴുന്നേൽക്കുക, പ്രവർത്തിക്കുക.